ഒരു നാട്ടിൽ ഐക്യക്കുറവാണ്, തമ്മിലുള്ള ഐക്യം കുറവാണെങ്കിൽ അവിടെ അള്ളാഹിന്റെ സഹായം ഉണ്ടാവൂല. ബദറിന്റെയും ഉഹദിന്റെയും ചരിത്രം അതാണ്. ഞാൻ വിശദീകരിച്ച് പറഞ്ഞാൽ കൂടിപ്പോയി, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ നമ്മുടെ വീടുകളാവട്ടെ, നമ്മുടെ മാലിന്യത്തുകളാവട്ടെ, നമ്മുടെ നാടുകളാവട്ടെ, അല്ലാഹു തആല പറയുന്നതനുസരിക്കുന്നവർ, അള്ളാഹിന്റെ ഹാദരമ്പൻ നബിതങ്ങൾ, നമ്മുടെ സമാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസ്കാരം നിലനിർത്തുന്ന, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തരുന്ന രൂപത്തിൽ ജീവിക്കുന്നവർ കുറഞ്ഞു വരികയും തമ്മാടിത്തരവും ധിക്കാരവും റസൂലുള്ളാഹി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ അധികം ചെയ്യുന്നവർ അധികരിക്കും ചെയ്താൽ ആ നാട്ടിൽ അള്ളാഹിന്റെ അദാബ് ഇറങ്ങും, ആ വീട്ടിൽ അള്ളാഹിന്റെ അദാബ് ഇറങ്ങും. അദാബ് എന്ന് പറഞ്ഞാൽ തീ പിടിക്കണം എന്നല്ല പറഞ്ഞതിന്റെ മാന. പല നിലക്കായിരിക്കും അദാബ്. ഒന്നിക്കൽ രോഗങ്ങളാവാം, അല്ലെങ്കിൽ മറ്റുള്ള അപകടങ്ങളാവാം, അതല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ടാവാം. അങ്ങനെ ഏത് മേഖലകളിലായാലും ഒരു സ്വസ്ഥതയില്ലാത്ത, ഒരു റാഹത്ത്